ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കേക്ക് വ്ളോഗും ആയിട്ടാണ്. അപ്പോൾ ഫോണ്ടൻറ്റിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് കളേഴ്സ് കുറച്ച് റെയർ ആയിട്ടുള്ള കളേഴ്സാണല്ലോ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളേഴ്സൊക്കെ എങ്ങനെ കിട്ടിയെന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോണ്ടൻറ്റ് വർക്കാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബോൾസ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ളത് 2 കേക്കിൻ്റെ ഡെക്കറേഷൻ ആട്ടോ. അത് മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ബർഗണ്ടിയാണ്. മാജിക് കളേഴ്സിൽ ബർഗണ്ടി എന്നുള്ള കളർ ഇട്ട് അതൊരു മെറൂൺ കളറായിട്ട് വരും. അത് കുറച്ച് ചേർത്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ബർഗണ്ടി തന്നെയാണ്, പക്ഷെ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഒരു ഡ്രോപ്പ് പോലും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുള്ളത് യഗ് യോക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ മാജിക് കളേഴ്സിലുള്ളതാണ് കേട്ടോ യഗ് യോക്ക്. പിന്നെ ഈ ഒരു ലൈറ്റ് വന്നിട്ടുള്ളത് ഓറഞ്ച് കുറച്ച് ചേർത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബ്ലൂ വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് കേട്ടോ. നേവി ബ്ലൂ കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കളർ വന്നിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ വയലറ്റ് ആണ്, പക്ഷെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ കളറിൻ്റെ നെയിം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ബോട്ടിൽ തന്നെ കാണിച്ചു തന്നത്. അത് കുറച്ച് ചേർത്തപ്പോഴാണ് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് വന്നിട്ടുള്ളത് ഫുക്ഷ്യ എന്നുള്ള കളർ. അത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കളറാണ് ഫുക്ഷ്യ എന്നുള്ളത്, ഡാർക്ക് പിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കളർ കിട്ടിയിട്ടുള്ളത് ഈ ഒരു കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. നല്ല നല്ല റെയർ ആയിട്ടുള്ള കളേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എടുക്കണ ഫോണ്ടൻറ്റിൻ്റെ സൈസും അതുപോലെ ആഡ് ചെയ്യണ കളറിൻ്റെ ആ ഒരു ഡിഫറൻസ് കാരണം ചിലപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ കളറിൽ ചേഞ്ച് വരാം കേട്ടോ നിങ്ങൾ എടുക്കുന്ന സമയത്ത്. ഇനി ഈ ഒരു ഫോണ്ടൻറ്റൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം സാധാ ഫ്ലവേഴ്സാണ് കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലെ എഗ്ഗ് വരുന്ന ഒരു ഷീറ്റാണ് കേട്ടോ. എഗ്ഗ് നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഇതുപോലത്തെ ഷീറ്റാണ്. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യാത്ത ഷീറ്റ് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൽ ഡ്രൈ ആവാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവർ ഇതുപോലെ വിടർന്ന് ഇരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലവറായി മാറും ഡ്രൈ ആവുമ്പോൾ. പിന്നെ ഞാനിവിടെ സ്പഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1 kg റാഫലോ കേക്കും അതുപോലെ 1.5 kg റെഡ് വെൽവെറ്റ് കേക്കുമാണ് വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്പഞ്ചസൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ രണ്ടും ടോൾ കേക്കായിട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ രണ്ടിനും ഇവിടെ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രീസറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കൂളായി കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ കോട്ടിംഗ് ഒക്കെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഈ ഒരു സമയത്തായിട്ട് വൈകിട്ട് ഈ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് 1.5 kg നട്ടി ബബിൾ കേക്കും കൂടി ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് ഇവിടെ ആക്കണുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പിറ്റേ ദിവസത്തിനുള്ള കേക്കിൻ്റെ സ്പഞ്ചും കൂടി ആക്കി വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിച്ചിട്ട് തന്നെ സ്പഞ്ച് ആക്കണം കേട്ടോ. 1.5 kg നട്ടി ബബിളിൻ്റെതും അതുപോലെ 1 kg വൈറ്റ് ഫോറസ്റ്റിൻ്റെയും കൂടി സ്പഞ്ച് ഒന്നിച്ച് വെക്കണത്. അപ്പോൾ ടോട്ടലി 2.5 kg ബാറ്ററാണ് ഇവിടെ ആക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓവനിൽ വെച്ച് കുറച്ച് ബേക്കായി വന്നിട്ടുണ്ട്. ഏകദേശം ഇവിടെ ബേക്കായിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഞാൻ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് റെഡി ആയതിൻ്റെ ശേഷം. പിന്നെ ഇവിടെ 1.5 kgൻ്റെതും മറ്റതും മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ബേക്കായി വരാനുള്ളൂ. പിന്നെ ആ ഒരു സമയത്തായിട്ട് എന്താ പറയുക ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു പാക്ക് ഫുള്ളില്ല കേട്ടോ, ഒരു അര പാക്കോളം ക്രീം എടുത്തിട്ടുള്ളൂ. ഇനി ഞാനിവിടെ ഓരോ കേക്കിനായിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് തന്നെ നട്ടി ബബിളിൻ്റെ കേക്കും ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എടുത്തിട്ടുള്ളത് 1.5 kg റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ ഇതിന് വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ഫുള്ള് കവർ ചെയ്യണത്. അപ്പോൾ ക്രീമിൽ കളറൊന്നും ആഡ് ചെയ്യാതെ നോർമൽ ക്രീം വെച്ചിട്ട് തന്നെ ഒന്ന് ഫൈനൽ കോട്ടിങ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ട് ഷാർപ്പ് എഡ്ജാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് 1.5 kg കേക്ക് ചെയ്തിട്ടുള്ളത് 6 ഇഞ്ച് സൈസിലാണ്. ബേക്കിംഗ് ടിന്ന് 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 6 ഇഞ്ച് സൈസിലുള്ള ടിന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ആ ഒരു സൈസിൽ നമ്മൾ കേക്ക് ചെയ്യാന്നുള്ളത് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കത് കണ്ടു നോക്കുക. അതൊരു യൂസ്ഫുൾ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ഒരേ സൈസിലുള്ള ഓരോ ടിന്നുകൾ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഷാർപ്പ് എഡ്ജാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന് നമുക്ക് കൂളാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഇവിടെ 1.5 kg നട്ടി ബബിൾ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം കൂളായി വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മളിപ്പോൾ കളറൊക്കെ ആഡ് ചെയ്യണതിൻ്റെ മുന്നായിട്ട് തന്നെ വൈറ്റ് കളർ വെച്ചിട്ടുള്ള കേക്കൊക്കെ ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ കളർ ആഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലൊക്കെ ആ ഒരു കളർ സ്പ്രെഡ് ആവും. അതുകൊണ്ട് കളർ മിക്സിംഗ് ഉള്ള കേക്കൊക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കേക്കിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഷാർപ്പ് എഡ്ജൊക്കെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് അധികം ഷാർപ്പ് എഡ്ജിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ സൈഡിലായിട്ട് നട്ട്സ് വെക്കും, അതുപോലെ മുകളിലായിട്ട് ബബിൾസും അതുപോലെ ബൂസ്റ്റ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണതല്ല. അപ്പോൾ നോർമൽ ഡിസൈനാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സൈഡിലായിട്ട് സ്ക്രാപ്പർ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഇതിനെ കൂളാവാൻ വേണ്ടിയിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. പിന്നെ ബബിൾസും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 kg റാഫലോ കേക്കാണ്. ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം വെച്ചിട്ടാണ് ഒന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ക്രീമിൽ കുറച്ച് ചാർക്കോൾ ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള മാജിക് കളേഴ്സിലുള്ള കളറാണ് കേട്ടോ. അത് കുറച്ച് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലത്തെ ഒരു ഗ്രേ കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കണുണ്ട്. പിന്നെ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് 5 ഇഞ്ച് സൈസിലാണ് ബേക്കിംഗ് ടിന്ന്. അപ്പോൾ 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിപ്പോൾ ടോൾ കേക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ സ്റ്റിക്കൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഡെലിവറി ചെയ്യുന്ന സമയത്ത് സ്ലിപ്പാവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആ ഒരു കേക്ക് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം ഇവിടെ 1.5 കിലോയിലുള്ള റെഡ് വെൽവെറ്റ് കേക്കിനെ പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ലീഫും അതുപോലെ ഗ്രാസൊക്കെ തോന്നുന്ന രീതിയിലുള്ള കുറച്ച് ഡെക്കറേഷൻസാണ് കൊടുക്കുന്നത്. പിന്നെ ഇതൊരു ഡോറ തീമിലാണ് കേക്ക് ചെയ്യണത് കേട്ടോ. പൈപ്പിംഗ് ബാഗ് ചെറിയൊരു ഹോളാക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് വലിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചുറ്റിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ടോപ്പിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ബുജിൻ്റെ ഒരു ഫോട്ടോ പ്രിൻ്റാണ് കേട്ടോ. അത് എഡിബിളല്ല, നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്ന ടൈമിൽ മാറ്റണം. പിന്നെ കുറച്ച് ഫോണ്ടൻ്റ് ഡെക്കറേഷൻസാണ് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചില്ലേ, ആ ഡെക്കറേഷൻസാണ് കേട്ടോ. ഇതൊക്കെ ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഈ ഒരു കേക്കിലും അതുപോലെ നേരത്തെ ഗ്രേ കളറിൽ ചെയ്തിട്ടുള്ള കേക്കില്ലേ, ആ ഒരു കേക്കിൽക്കുമായിട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ 2 കേക്കിലും വന്നിട്ടുള്ളത് ഏകദേശം. ഈ 3 കേക്കും ഒരേ സമയത്താണ് കേട്ടോ ഡെലിവറി ചെയ്യാനുള്ളത്. നോമ്പ് തുറക്കുന്ന ടൈമിൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം ഒരു 5:45 ആ ഒരു സമയത്തേക്ക് വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ വീട്ടിലാവണ ടൈമിൽ ഓട്ടോയിലാണ് ഡെലിവറി ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഒരു 5:45 ആവണതിൻ്റെ മുന്നേ തന്നെ ആയിട്ട് വണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ടൈമായി തുടങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഡെക്കറേഷൻസൊക്കെ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ തന്നെ ഇവിടെ വണ്ടി വന്ന് വെയിറ്റ് ചെയ്യാണ്. ഇതിൻ്റെ കൂടെ തന്നെ മോന് ബാക്ക് ഡ്രോപ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കേക്കിൽക്കും ഞാൻ ഫോണ്ടൻ ഡെക്കറേഷൻസ് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേഫറിൻ്റെ ബട്ടർഫ്ലൈ ആണ് കേട്ടോ. ഇത് നമുക്ക് കഴിക്കാൻ പറ്റണ ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ അതും മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴെ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോറ ബുജി തീമിൽ ചെയ്തിട്ടുള്ള കേക്കിനും അതേപോലെ തന്നെ ബുജിനെ മുകളിൽ കൊടുത്തു. ഡോറനെ ബുജിനും മുകളിൽ കൊടുത്തു. പിന്നെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്ത കാരണം മറ്റേ കേക്കിൻ്റെ ഗ്രേ കേക്കിൻ്റെ ഡെക്കറേഷനൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൽക്ക് ഈ ഒരു ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ നട്ട് ബബിൾ കേക്കിൻ്റെ മുകളിലായിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ നമുക്കിപ്പോൾ ബബിൾസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇറക്കി പിടിച്ച് ചെയ്തപ്പോഴേ ലീഫ് ചെയ്ത ആ ഒരു പൈപ്പിംഗ് ബാഗില്ലേ, അതിലേക്കാണ് ഗണേഷ് ഒഴിച്ചത്. അപ്പോൾ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് അതിൽ വന്നു കേട്ടോ. പിന്നെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീൻ റാപ്പ് ചെയ്തിട്ട് ചുറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഓട്ടോയിലൊക്കെ കൊടുത്തു വിടില്ല, അതിപ്പോൾ ഒന്ന് റാപ്പ് ചെയ്തിട്ടാണ് കൊടുത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ പാക്കിങ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് റാപ്പ് ചെയ്യുമ്പോഴൊന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ആ സൈഡൊന്ന് കവർ ചെയ്യുക അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഡെക്കറേഷനും അതുപോലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുക എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്